ഹായ്, ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, കേരളത്തിൽ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 8ഓളം റിലീസുകളാണ് ഇന്ന് തിയേറ്ററിൽ വന്നിട്ടുള്ളത്. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ ആയിട്ട് 8ഓളം റിലീസുകളാണ് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ബെസ്റ്റ് ഫാൻറ്റസി മൂവീസ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട 10 ഫാൻറ്റസി, മലയാളത്തിൽ റിലീസ് ചെയ്ത 10 ഫാൻറ്റസി മൂവീസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്, ഒരു ഫാൻറ്റസി മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ ഒരു ഇപ്പോൾ തിയേറ്ററിൽ ഒരു ഫാൻറ്റസി മൂവിയാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തതാണ് ഒരു വീഡിയോ, 10 ഫാൻറ്റസി മൂവീസ്. നിങ്ങൾക്ക് അതുകൂടാതെ വേറെയും ഫാൻറ്റസി മൂവീസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാൻറ്റസി മൂവീസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് തിയേറ്ററിൽ ഒരു ഫാൻറ്റസി മൂവി റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ പേര് മലയാള സിനിമയാണ്. സിനിമയുടെ പേര് എന്ന് നോക്കിയാൽ കുട്ടൻ്റെ ഷിനിഗാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം മൂവിയാണ്. ഇന്ദ്രൻസ്, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റഷീദ് പാറക്കിലാണ് ഈ സിനിമയുടെ റൈറ്ററും ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറഞ്ഞൊരു ഫാൻറ്റസി മൂവിയാണ്. ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽ, കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. കോഴിപ്പെണ്ണെ ചെല്ലദൂരെ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ കൂടിയുണ്ട്. യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു തമിഴ് മൂവിയോട് റിലീസ് ചെയ്തിട്ടുണ്ട്. ലുബർ പന്തു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റബ്ബർ പന്ത് എന്നുള്ള പേരിൽ മലയാളത്തിൽ കൂടി ഇത് ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹരീഷ് കല്യാൺ, അതുപോലെ തന്നെ സ്വാസിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് റബ്ബർ പന്ത് എന്ന ഈ ഒരു സിനിമ. അടുത്തത് നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് കടേസി ഉലകപ്പോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു തമിഴ് മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഇപ്പോൾ മുതൽ ഇന്ന് മുതൽ ഈ സിനിമയും തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി മൂവിയാണ് യുദ്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിദ്ധാർത്ഥ് ചതുർവേദി, മാളവിക മോഹനും ഒക്കെയാണ്. രാഘവ് ജുവൽ നമ്മളെ കിൽ എന്ന സിനിമയുടെ വില്ലൻ കഥാപാത്രമല്ലേ, അദ്ദേഹമൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ആനിമേഷൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്, ഇന്ന് മുതൽ അവൈലബിൾ ആണ്, തിയേറ്ററിലൊക്കെ ഇന്ന് മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് കഹാൻ ഷുരു കഹാൻ ഖട്ടാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും തിയേറ്ററിൽ അവൈലബിൾ ആണെന്ന്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് കഥ ഇന്ന് വരെ എന്ന് പറയുന്ന സിനിമ. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നമ്മുടെ ബിജു മേനൻ, മേതിൽ ദേവിക, നിഖില വിമൽ, അനുശ്രീ, അനുമോഹൻ, ഹക്കീം, ഷാജഹാൻ എന്നിവരൊക്കെയാണ് ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുള്ളതാണ്. മേതിൽ ദേവികയുടെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത പ്രധാനപ്പെട്ട മലയാള സിനിമയാണ്. വിഷ്ണു മോഹനാണ് ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത് സെപ്റ്റംബർ മാസം 20-ാം തീയതിയായ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളൊക്കെ, കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പ് റിലീസ് ചെയ്ത സിനിമകളൊക്കെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം, അതുപോലെ തന്നെ കിഷ്കിന്ത കാണ്ട സിനിമകളൊക്കെ, ബാഡ് ബോയ്സും അതുപോലെ അതുകൂടാതെ കൊണ്ടൽ, ഈ 2 സിനിമകളും കൂടെ കളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എന്താ പറയുക, ഓണം വിന്നർ എന്ന് പറയാവുന്ന സിനിമ എന്നുള്ളത് കിഷ്കിന്ത കാണ്ടവും അജയൻ്റെ രണ്ടാം മോഷണവും തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് തിയേറ്ററിൽ പോയി ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ബെസ്റ്റ് 10 ഫാൻറ്റസി മൂവീസ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാമത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും